ഹായ്, വെൽക്കം ടു ദ കാസ്റ്റിൽ ഓഫ് ടേൽസ്. കഥകളുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഗ്രീൻവിച്ച് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്യൂന്നും ജോൺസി എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ ഒരു സ്റ്റുഡിയോ ഒക്കെ ഇട്ട് താമസിച്ചിരുന്നു. രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്ന് വന്നവരാണ്. ഈ ഗ്രീൻവിച്ച് വില്ലേജ് പറഞ്ഞ സ്ഥലം തന്നെ ഒരുപാട് വളർന്നു വരുന്ന കുറേ കലാകാരന്മാരുടെ ഒരു കോളനി പോലെയായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടിയത്. അന്ന് ഇവർ സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങളിൽ ഇവർക്ക് ഒരേ അഭിരുചികളാണെന്ന് ഇവർക്ക് മനസ്സിലായി. കലയിലായാലും ഭക്ഷണത്തിലായാലും വസ്ത്രധാരണത്തിലായാലും ഒക്കെ. അങ്ങനെയാണ് ഇവർ സുഹൃത്തുക്കളായി പിന്നെ ഒരുമിച്ച് ഒരു സ്റ്റുഡിയോ ഒക്കെ ഇട്ട് താമസം തുടങ്ങിയത്. ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത്. ഇവർ കണ്ടുമുട്ടിയത് ഒരു മെയ്യിലാണ്. അങ്ങനെ നവംബർ എത്തി, തണുപ്പെത്തി. അങ്ങനെ ന്യൂമോണിയ എന്ന് പറഞ്ഞൊരു അസുഖം അവിടെ കുറേ ആൾക്കാരെയൊക്കെ തൊട്ടും തലോടിയൊക്കെ കിടപ്പിലാക്കാൻ തുടങ്ങി. ജോൺസിക്കും ഈ അസുഖം വന്നു. ജോൺസിൻ്റെ ശരിക്കുള്ള പേര് ജോഹാന എന്നാണ്. അവളെ സ്നേഹത്തോടെയുള്ള വിളിപ്പേരാണ് ജോൺസി. അങ്ങനെ ജോൺസി അവളുടെ മുറിയിൽ, അവളുടെ ഇരുമ്പ് കട്ടിലിൽ, ജനലിനോട് അടുത്തുള്ള കട്ടിലാണ്, അവിടുത്തെ ജനലിൻ്റെ പുറത്തേക്ക് അങ്ങനെ നോക്കി അനങ്ങാതെ മിണ്ടാതെയൊക്കെ അങ്ങനെ ഒരേ കിടപ്പ് കിടക്കാൻ തുടങ്ങി. ആ ജനലിൻ്റെ പുറത്തേക്ക് അങ്ങനെ വലിയൊരു കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ വീടിൻ്റെ പുറംഭാഗത്തുള്ള ഒരു വലിയ മതിൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്ന് ജോൺസിനെ പരിശോധിക്കാൻ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് സുവിനോട് സംസാരിച്ചു. സു, ഞാനൊരുള്ള കാര്യം പറയാം. ഇവളെ രക്ഷപ്പെടാൻ 10-1 സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ കുട്ടിക്ക് ജീവിക്കാൻ തന്നെ, ആ കുട്ടി രക്ഷപ്പെടില്ല എന്ന് ആ കുട്ടി തന്നെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഈ ലോകത്തോട് അവൾക്ക് ഇഷ്ടം തോന്നിക്കുന്ന പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവൾക്ക് നേപ്പിൾസ് ഉൾക്കടല വരയ്ക്കാൻ, എന്തെങ്കിലും ഒന്ന് പെയിൻറ് ചെയ്യണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമാണ്. സ്യൂ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെയിൻറ് ചെയ്യേ, ഞാൻ അതല്ല ചോദിച്ചത്. അവൾക്ക് ഇഷ്ടമുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവൾക്ക് ആരെയും ഇഷ്ടമുണ്ടോ? അപ്പോൾ സ്യൂ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ എൻ്റെ രോഗി അവളുടെ ശവസംസ്കാരത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ മരുന്നുകളൊന്നും ഒരു ആവില്ല. അതുകൊണ്ട് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ എന്തെങ്കിലും ഈ ലോകത്തിനോട് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്ത്രത്തിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു സ്റ്റൈലിനെ കുറിച്ചോ എന്തെങ്കിലും സംസാരിച്ചാൽ അവൾ ജീവിക്കാനുള്ള സാധ്യത അത്രയും തന്നെ വർദ്ധിക്കും. അത് നീ മനസ്സിൽ വെക്കുക. ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. സ്യൂന് ആകെ വിഷമായി. സ്യൂ ജോലി ചെയ്യണ, വരയ്ക്കൊക്കെ ചെയ്യണ ഒരു മുറിയുണ്ട്. അവിടേക്ക് പോയി ഒരുപാട് നേരം കിടന്ന് കരഞ്ഞു. എന്നിട്ട് അവളുടെ വരയ്ക്കുന്ന ബോർഡും ബ്രഷും ചായങ്ങളൊക്കെ എടുത്തിട്ട് ജോൺസി കിടക്കുന്ന ആ ഭാഗത്തേക്കായിട്ട് പോയി. ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയുള്ളൊരു സന്തോഷം വീണ്ടെടുക്കുന്ന പോലെ, അവളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോലെ അങ്ങനെയാണ് പോയത്. കാരണം അവൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ നോക്കുമ്പോൾ ജോൺസി അനങ്ങാതെ കിടക്കുകയാണ്. അങ്ങോട്ടേക്കാണ് തിരിഞ്ഞേക്കുന്നത്, മുഖം ജനലിൻ്റെ ഭാഗത്തേക്കാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ജോൺസി ഉറങ്ങിക്കോട്ടെ എന്ന് സ്യൂ വിചാരിച്ചു. അവൾ ബോർഡൊക്കെ അവിടെ വെച്ച് ബ്രഷൊക്കെ എടുത്തിട്ട് പെൻസിലൊക്കെ എടുത്തിട്ട് വരയ്ക്കാൻ തുടങ്ങി. അവളൊരു മാഗസിനിൽ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾക്ക്. അതൊക്കെ ചെയ്തിട്ടാണ് അവരിപ്പോൾ പൈസ ഉണ്ടാക്കുന്നത്. കാരണം അവർ തുടക്കക്കാരല്ലേ, അപ്പോൾ വലിയ പൈസ ഒന്നും കിട്ടാനായിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പൈസ കിട്ടുന്നത്, ജീവിക്കാനുള്ളത്. അപ്പോൾ അവളിങ്ങനെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോൺസിൻ്റെ ആ ഭാഗത്തു നിന്നും എന്തോ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ എന്തോ ആവർത്തിച്ച് പറയുന്ന പോലെ. അപ്പോൾ സ്യൂ വേഗം അതൊക്കെ അവിടെ വെച്ചിട്ട് ജോൺസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ജോൺസി ഇങ്ങനെ എന്തോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ജോൺസി കണ്ണൊക്കെ തുറന്ന് കിടക്കുകയാണ് പുറത്തേക്ക് നോക്കിയിട്ട്. അപ്പോൾ ജോൺസി എന്തോ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 12, 11, 10, 9, 8, 7. അപ്പോൾ സ്യൂ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. എന്തിപ്പോൾ അവിടെ എണ്ണാൻ മാത്രമേ ഉള്ളത്? അവിടെ ആകെ ഉള്ളത് ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു മുറ്റവും ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മതിലുമാണ്. ആ മതിൽമ കൂടെ മതിലിൻ്റെ ഒരു പകുതി ഭാഗം വരേക്കും ഒരു മുന്തിരിവള്ളി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. അതുമല്ലാണെങ്കിലോ പക്ഷെ ഈ തണുപ്പിൻ്റെ അല്ലെങ്കിൽ കാറ്റിൻ്റെ വരവോടെ കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞ് അതൊരുമാതിരി നഗ്നമായിട്ട് അവിടെ ഇങ്ങനെ ആ മതിലിനോട് ഇങ്ങനെ ചേർന്ന് പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ ജോൺസി വീണ്ടും എണ്ണാണ്. 6. ജോൺസി പറഞ്ഞു, 3 ദിവസം മുമ്പേ ഒരു 100 എണ്ണെങ്ങാനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എണ്ണുമ്പോൾ എനിക്ക് തല വേദനിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം സുഖമായിട്ടുണ്ട് എണ്ണാൻ. അതാ ഒന്നും കൂടെ കൊഴിഞ്ഞു. 5. അപ്പോൾ സ്യൂ ചോദിച്ചു, എന്താ ജോൺസി നീ എണ്ണുന്നത്? 5 എന്ത്?
അപ്പോൾ ജോൺസി പറഞ്ഞു ഇലകൾ. അതാ ഒന്നും കൂടെ വീണു 4. സു അതിന്ന് ആ മുന്തിരിവള്ളിമ ഇലകളില്ലേ, ആ ഇലകൾ അത് മുഴുവൻ കൊഴിയുന്ന ദിവസം ഞാനും മരിക്കും സു. 3 ദിവസമായിട്ട് എനിക്കതറിയാം. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ലേ? സു ആകെ ദേഷ്യവും വിഷമൊക്കെ ആയിട്ട് സു പറഞ്ഞു, നീ എന്താ അബദ്ധമാണ് ഈ പറയണത്? നിന്റെ അസുഖവും അവിടുത്തെ ആ മുന്തിരിവള്ളിമത്തെ ഇലകളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഡോക്ടറിനോട് അതൊന്നല്ല പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ ജീവിക്കാൻ 10-1 സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് നിനക്ക് തീരെ ഒരു ആഗ്രഹമില്ല ജീവിക്കാൻ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്. അതൊക്കെ മാറ്റണം. നീ എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് ഞാൻ പോയിട്ട് വരയ്ക്കട്ടെ. എന്നാലല്ലേ എൻ്റെ ഈ കുട്ടിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്നായി കഴിക്കാനൊക്കെ കൊണ്ട് തരാൻ പറ്റുള്ളൂ. ഞാൻ നിനക്ക് നല്ല വീഞ്ഞ് വാങ്ങിച്ചു തരാം. അപ്പോൾ ജോൺസി പറഞ്ഞു, ഇല്ല സു, അതാ ഒന്നും കൂടെ വീണു 4. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും അതിൽ അവസാനത്തെ ഇലയും കൊഴിയണത് എനിക്ക് കാണണം, എന്നിട്ട് ഞാൻ മരിക്കും. സുവിന് ആകെ വിഷമായി. എന്തൊക്കെയാ നീ പറയണത്? നീ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതെ കിടക്കുമോ? കണ്ണടച്ചിട്ട് എനിക്കിതൊന്ന് തീർക്കണം. നാളെ ഇതെനിക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് വെളിച്ചം വേണം, അല്ലെങ്കിൽ ഞാൻ ആ ജനാലവിരി താഴ്ത്തിയിട്ടായിരുന്നു. അപ്പോൾ ജോൺസ് പറഞ്ഞു, എനിക്ക് അപ്പുറത്ത് പോയി വരച്ചൂടെ മറ്റേ മുറിയിൽ? അപ്പോൾ സു പറഞ്ഞു, ഇല്ല, ഞാൻ എങ്ങോട്ടും പോണില്ല, ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിന്നോളാം. മാത്രമല്ല നീ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ നോക്കി ആ ഇതിനെ നോക്കി ഇലകൾ നോക്കി ഇരിക്കണം എനിക്ക് അത്ര ഇഷ്ടമാവണില്ല. അപ്പോൾ ജോൺസി പറഞ്ഞു, എന്നാൽ ശരി, നീ വരയ്ക്ക്, നീ വേഗം വരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണടച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്കത് കാണണം സു, അവസാനത്തെ ഇലയും കൊഴിയണത്. എനിക്കിങ്ങനെ കാത്തു നിന്ന് മടുത്തു. എനിക്കിങ്ങനെ ആലോചിച്ച് എനിക്ക് വയ്യാണ്ടായി. ഇനി എനിക്കിങ്ങനെ എല്ലാ കെട്ടുപാടുകളൊക്കെ ഇതാക്കി എനിക്ക് അയഞ്ഞ് ആ അവസാനത്തെ ഇല കൊഴിയുന്ന പോലെ, അതിൻ്റെ കൊഴിയുന്ന പോലെ എനിക്കും അങ്ങനെ പതിയെ താഴത്തേക്ക് പതിക്കണം. അപ്പോൾ സു പറഞ്ഞു, ജോൺസി നീ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, ഞാൻ ഒന്ന് താഴെ പോയി ബർമാനെ വിളിച്ചിട്ട് വരാം. എനിക്കൊരു സന്യാസീനെ വരയ്ക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ മോഡലായിട്ട് ബർമാനാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരാം, നീ ഒന്ന് കിടക്ക് എന്ന് പറഞ്ഞ് സു താഴത്തേക്ക് പോയി. അപ്പോൾ ബർമാൻ എന്ന് പറഞ്ഞത് വേറൊരു കലാകാരനാണ്, നല്ല പ്രായമായിട്ടുള്ള 60 കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരനാണ്. അപ്പം അയാൾ അവരുടെ തൊട്ട് താഴെയുള്ള നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ ചിത്രകാരനാണ് എങ്കിൽ കൂടിയും അയാൾ അങ്ങനെ ഒരുപാട് വരച്ചിട്ടില്ല. അയാൾ എപ്പോഴും പറഞ്ഞു നടക്കുന്നത് എൻ്റെ മാസ്റ്റർ പീസ്, എൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞു നടക്കുന്നത്. അയാൾ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെ. അവിടെ കുറേ അങ്ങനത്തെ കലാകാരന്മാരാണല്ലോ, അങ്ങനെ അവർക്ക് അധികം പൈസ ഒന്നുമില്ല. അപ്പം അവർക്ക് വലിയ പൈസ കൊടുത്തിട്ട് ഒരാളെ മോഡലാക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബർമാൻ അങ്ങനത്തെ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മോഡലായി നിന്ന് കൊടുക്കും, ഇങ്ങനെ വൃദ്ധന്മാരെയൊക്കെ വരയ്ക്കാൻ. അങ്ങനെയാണ് അയാളുടെ ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത്. അപ്പം അങ്ങനെ സു അയാളുടെ മുറിയിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ മദ്യം മണക്കുന്നുണ്ട്. ഇയാൾ ഭയങ്കരമായിട്ട് മദ്യം അടിക്കും. പിന്നെ അവിടെ ആ മുറിയിലെ ഒരു കോണിലായിട്ട് ഒരു കറുത്ത ക്യാൻവാസ്, അത് 25 വർഷമായിട്ട് അയാളുടെ മാസ്റ്റർ പീസും കാത്ത് കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നുണ്ട്. ഈ ബർമാന് ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരെയും സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അയാൾക്കൊരു വലിയൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ബർമാനോട് സു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ജോൺസിക്ക് ഇങ്ങനെയൊക്കെയാണ്, അവൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സു പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയുണ്ട്, കാരണം അവളെ ഈ ലോകത്തോട് ഇപ്പോൾ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ആ ഇലകളും കൂടെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് ശരിക്കും ഭയങ്കര അപകടമാണെന്ന് സുവിന് അറിയാം. ഇതെല്ലാം കേട്ടപ്പോൾ ബർമാൻ്റെ ചുവന്ന കണ്ണുകൾ ഭയങ്കര തീക്ഷ്ണമായിട്ട് ചോദിച്ചു. എന്നാൽ ബർമാൻ പറഞ്ഞു, എന്ത് വിഡിത്താണ് എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? ലോകത്ത് എവിടെയെങ്കിലും കേൾക്കുന്ന കാര്യമാണോ ഇതൊക്കെ? നിനക്ക് ഞാനത് ഒരു മോഡലായിട്ട് ഞാനൊന്നിനും പോസ് ചെയ്ത് തരുന്നില്ല, ഞാനൊന്നും നിനക്ക് തന്നു തരുന്നില്ല. കാരണം നീയും കൂടെ അറിഞ്ഞിട്ടില്ല, നീ അല്ലാണ്ട് എങ്ങനെയാണ് അവളുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്? പാവം എൻ്റെ ജോൺസി. അപ്പോൾ സു പറഞ്ഞു, ബർമാൻ അവൾക്ക് വയ്യ, തീരെ സുഖമില്ല, അവൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉണ്ടാവുന്ന ഓരോ ചിന്തകളാണ്.
എന്തായാലും നിങ്ങൾക്ക് എനിക്ക് നിന്ന് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാണ്. ബർമ്മൻ പറഞ്ഞു നിൽക്ക്, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ നിനക്കല്ലാതെ ഞാൻ എങ്ങനെയാണ്, ഞാൻ നിന്ന് തരുമല്ലോ നിനക്ക്. ഈ എന്തൊരു സ്ഥലത്താണ് ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല നിങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും എൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കും. അന്ന് നമുക്ക് 3 പേർക്കും വേറൊരു നല്ല സ്ഥലത്ത് പോയി താമസിക്കണം. അങ്ങനെ ഇവർ 2 പേരും കൂടെ മുകളിലേക്ക് പോയപ്പോൾ ജോൺസി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂ വേഗം പോയിട്ട് ആ ജനാലവരി താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ബർമാനും സൂവും കൂടെ അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അവിടുത്തെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവർ ആ ജനലിൻ്റെ പുറത്തു കൂടെ ആ ഇത് കണ്ടു, ആ മുന്തിരിവള്ളിയിലെ ഇലകൾ. അവരൊന്നും മിണ്ടാതെ പരസ്പരം അങ്ങനെ നോക്കി. ആ സമയത്ത് അതേ നല്ല കാറ്റും മഴയും മഞ്ഞും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർമാന് സൂവിന് ഒരു സന്യാസിയായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കൊടുത്തു, വരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം സൂ രാവിലെ എണീറ്റ് ജോൺസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജോൺസി കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോൺസി പറഞ്ഞു, അത് ജനാലവരി ഉയർത്ത് സൂ ഇങ്ങനെ എന്തോ ഒരു വിഷമത്തോടെയും പേടിയോടെയും സൂ അത് ഉയർത്തി കൊടുത്തു. നോക്കുമ്പോൾ ഉണ്ട് അത്ര കോരിച്ചൊരിയുന്ന മഴയും അതിശക്തമായിട്ടുള്ള കാറ്റൊക്കെ അതിജീവിച്ച് ഒരില മാത്രം ആ മുന്തിരിവള്ളിമേ ആ മതിലിൻ്റെ ഒരു 20 അടി മുകളിലൊക്കെ ആയിട്ടാണ് ആ ഇല ഇങ്ങനെ അവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരൊറ്റ ഇല, അതിൻ്റെ ഒരു തുടക്കമൊക്കെ നല്ല പച്ചയും അറ്റങ്ങളിലായിട്ട് ഒരു മഞ്ഞയും പച്ചയും ഇടകലർന്ന് അങ്ങനത്തെ ഒരു നിറമായിരുന്നു അത്. ജോൺസിക്കും സൂനൊക്കെ ഞെട്ടലുണ്ടായി, കാരണം അത്രയ്ക്കും മഴയും കാറ്റും ഉണ്ടായിട്ടുണ്ട് തലേ ദിവസം. അപ്പോൾ ജോൺസി പറഞ്ഞു, അതിപ്പോഴും ഉണ്ടല്ലോ, ഒരില മാത്രം അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ, എന്തായാലും ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് അതെന്തായാലും വീഴും, എനിക്കറിയാം, അപ്പോൾ ഞാനും മരിക്കും. അപ്പോൾ സൂ ജോൺസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സൂ പറഞ്ഞു, ജോൺസി നീ എന്താ ഇങ്ങനെ നീ പറയല്ലേ, നീ നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ജീവിക്കണം. നീ ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്താവുമെന്ന് നിനക്കറിയില്ലേ? പക്ഷെ ജോൺസിക്ക് അതൊന്നും തലയിൽ കയറിയില്ല. നമ്മൾ മരിക്കാൻ തയ്യാറായിട്ടിരിക്കണം, ഒരുങ്ങിയിരിക്കണ ഒരാൾക്ക് ബാക്കിയുള്ള ബന്ധങ്ങളൊന്നും അത്ര വില പോവില്ലല്ലോ. അങ്ങനെ അന്നും രാത്രിയായി, അന്നും നല്ല മഴ പെയ്തു, ജനലിലൊക്കെ അടിച്ചടിച്ച് മഴ പെയ്തു അത്ര ശക്തിയായിട്ട്. അങ്ങനെ പിറ്റേ ദിവസവും സൂവിനോട് ജോൺസി പറഞ്ഞു, വെളിച്ചം വന്ന ഉടനെ തന്നെ ജോൺസി പറഞ്ഞു ജനാലവരി തുറക്കാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സൂ അത് ഉയർത്തി കൊടുത്തപ്പോഴും ആ ഇല അവിടെ തന്നെ ഉണ്ട്, ആ ഒരൊറ്റ ഇല. ജോൺസി കുറേ നേരം ആ ഇലനെ ഇങ്ങനെ ഉറ്റുനോക്കി, ഇങ്ങനെ തുറിച്ചു നോക്കി ഇങ്ങനെ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് സൂ അവിടെ സൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ജോൺസി ഇങ്ങനെ സൂവിൻ്റെ അടുത്ത് പറഞ്ഞു, സൂ ഞാൻ എന്തൊരു ക്രൂരയായിരുന്നു, എനിക്ക് എൻ്റെ മനസ്സ് എത്ര ദുഷ്ടതരായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കി തരാനാണ് ആ ഇല ഒരൊറ്റ ഇല അവിടെ നിൽക്കുന്നതെന്ന്. മരിക്കാൻ ആഗ്രഹിക്കുന്ന പാപമല്ലേ സൂ? എനിക്ക് നീ എന്തെങ്കിലും ഒന്ന് കൊണ്ടുതാ, എന്തെങ്കിലും ഒരു സൂപ്പോ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നീ ഒരു കണ്ണാടി കൊണ്ടുതാ. എന്നിട്ട് എന്നെ ഒന്ന് കുറച്ച് തലേണ വെച്ചിട്ട് ഞാനൊന്ന് നല്ലപോലെ പൊങ്ങിയിരിക്കട്ടെ, എനിക്ക് നീ പാചകം ചെയ്യണം, എനിക്ക് കാണണം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ജോൺസി പറഞ്ഞു, സൂഡി എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ നേപ്പിൾസിൻ്റെ ഉൾക്കടൽ പെയിൻറ് ചെയ്യണം. അങ്ങനെ അന്ന് ഡോക്ടർ വന്നിട്ട് ജോൺസിനെ പരിശോധിച്ച് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് സൂവിനോട് പറഞ്ഞു, സൂ അവൾ ഒരുപാട് അവള് നല്ല ഇതുണ്ട്, മാറ്റമുണ്ട്, നല്ല പുരോഗതിയുണ്ട്, നീ നല്ലവണ്ണം അവളെ നോക്കിയാൽ മതി പറഞ്ഞു. എനിക്ക് വേറൊരാളെയും കൂടെ കാണാനുണ്ട്, ഞാൻ വേഗം പോട്ടെ. താഴെ ബർമാൻ എന്നാണ് അയാളുടെ പേര്, അയാൾക്ക് ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്. അയാളും എന്തോ ഒരു കലാകാരനാണ്, എന്തോ ചിത്രകാരനാണെന്നാണ് തോന്നുന്നത്. ന്യൂമോണിയ 2 ദിവസമേ ആയിട്ടുള്ളവർക്ക് ന്യൂമോണിയ വന്നിട്ട്. അയാൾ പ്രായമായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര അത്ര ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അത്ര പ്രതീക്ഷയില്ല അയാളുടെ കാര്യത്തിൽ. അയാൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് മാറ്റേണ്ടി വരും, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ ഡോക്ടർ പോയി. അങ്ങനെ പിറ്റേ ദിവസവും ഡോക്ടർ വന്നിട്ട് ജോൺസിനെ പരിശോധിച്ചു. എന്നിട്ട് ഡോക്ടർ സൂവിനോടുത്ത് പറഞ്ഞു,
ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. ആപത്ഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നീ നന്നായിട്ട് ഭക്ഷണം, നീ നന്നായിട്ട് തൻ്റെ പരിചരണം മാത്രം മതി, അവൾ രക്ഷപ്പെടും. അങ്ങനെ അന്ന് ജോൺസി സൂവിൻ്റെ അടുത്ത്, അന്ന് ഉച്ചയ്ക്ക് സൂ ജോൺസിൻ്റെ അടുത്ത്, ജോൺസി അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഒരു സ്കാർഫ് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോൺസിൻ്റെ അടുത്ത് വന്നിട്ട് സൂ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചിട്ട് അവൾ പറഞ്ഞു, ഞാനവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബർമാൻ ഇല്ലേ, അവരൊന്ന് മരിച്ചു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. 2 ദിവസമായിട്ടുള്ള അവർക്ക് ന്യൂമോണിയ ആയിരുന്നു. 2 ദിവസമാണ് അവർക്ക് ഈ അസുഖം വന്നിട്ട്. അപ്പോൾ അയാൾ 2 ദിവസം മുമ്പേ അയാളെ വീട്ടിൽ അങ്ങനെ വീണ് കിടക്കുമായിരുന്നു, ഇങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞിട്ടുള്ളത്, അങ്ങനെ കിടക്കുന്നത് അവിടുത്തെ വീട് സൂക്ഷിപ്പുകാരൻ കണ്ടതാണ്. അപ്പോൾ അന്ന് അയാൾ അങ്ങനെ കിടക്കുമ്പോൾ അയാളുടെ വസ്ത്രങ്ങളും അയാൾ നനഞ്ഞ് കുതിർന്നിട്ട് അയാൾ ഇങ്ങനെ തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ എന്തുകൊണ്ടാണ് അത്ര ഭീകരമായിട്ടുള്ള ആ രാത്രിയിൽ അയാൾ എന്തിനാണ് പുറത്തു പോയതെന്ന്, അത്രയും മഴയത്ത് ആ മഞ്ഞിലും അയാൾ എന്തിനാണ് പുറത്തു പോയതെന്ന് ആർക്കും മനസ്സിലായില്ല. അയാളുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കത്തിച്ച് വെച്ച വിളക്കുണ്ടായിരുന്നു, പിന്നെ ഒരു സ്ഥാനം തെറ്റിയ ഒരു കോണി, പിന്നെ അയാളെ കുറേ ഇങ്ങനെ ചിതർത്തെറിച്ചിരുന്ന കുറേ ബ്രഷുകൾ, കുറച്ച് ചായക്കൂട്ടുകൾ, അതിൽ പച്ച കളറും മഞ്ഞ കളറും ഇങ്ങനെ ഇടകലർത്തിയ കളർ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇനി നീ ഒന്ന് പുറത്തേക്ക് നോക്കൂ ജോൺസി. നിനക്ക് തോന്നിയില്ലേ എന്തുകൊണ്ടാണ് ഇത്ര മഴയത്തും ഇത്ര കാറ്റിലും ആ ഇല ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നതെന്ന്? ബർമാന് അന്ന് അവസാനത്തെ ഇല കൊഴിയണ അന്ന് അയാളുടെ മാസ്റ്റർ പീസ് അവിടെ പെയിന്റ് ചെയ്തിട്ട് പോയതാണ്. അത് ബർമാന് വരച്ചതാണ്. ആ ഇല, ആ ഒടുവിലത്തെ ഇല അവിടുന്ന് കൊഴിഞ്ഞ ദിവസം അവിടെ ബർമാൻ വരച്ച ഇലയാണ് അത് നീ കണ്ടത്. ഇതാണ് കഥ. ഇത് ഓ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ കഥയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം. താങ്ക് യു സോ മച്ച്.